നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഡിസംബർ 8-നായിരുന്നു നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്നത്. ആദ്യ 6 പ്രതികൾ തെറ്റുകാരാണെന്ന് കോടതി വിധിക്കുകയും ദിലീപ് കുറ്റവിമുക്തനാവുകയും ചെയ്തു. അതോടെ പല പ്രശ്നങ്ങളും ഉടലെടുത്തു. ദിലീപിനെ വെറുതെ വിട്ടതിൽ സന്തോഷിക്കുന്നവർക്കൊപ്പം തന്നെ വിമർശിക്കുന്നവരുടെ എണ്ണവും കൂടി. നിരവധി വിമർശനങ്ങളാണ് ദിലീപിനെതിരെ ഉയരുന്നത്. ഇപ്പോഴിതാ നടൻ ദിലീപ് ശബരിമല ദർശനം നടത്തിയെന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. പുലർച്ചെയാണ് നടൻ സന്നിധാനത്ത് എത്തിയത്. രാവിലെ PRO ഓഫീസിലെത്തിയ ശേഷം അവിടെ നിന്ന് തന്ത്രിയുടെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു. തന്ത്രിയുമായി വഴിപാടുമായി ബന്ധപ്പെട്ട് ദിലീപ് ചർച്ച നടത്തി. നടി ആക്രമിച്ച കേസിൽ കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെയാണ് താരം ശബരിമലയിൽ എത്തുന്നത്. ഇരുമുടിക്കെട്ട് ഇല്ലാത്തതിനാൽ 18ാം പടി ചവിട്ടാതെ സ്റ്റാഫ് ഗേറ്റ് വഴി ദർശനത്തിനായി സന്നിധാനത്തെത്തി. ദിലീപിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഒഴിവാക്കാൻ പോലീസും അധികൃതരും ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ദിലീപ് ശബരിമലയിൽ ദർശനത്തിനെത്തിയപ്പോൾ VIP പരിഗണന നൽകിയത് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ദിലീപിനെ ശ്രീകോവിലിന് മുന്നിൽ 10 മിനിറ്റോളം ദർശനത്തിന് അനുവദിച്ചതാണ് കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കിയത്. ശബരിമല ദർശനത്തിനെത്തുന്ന വ്യക്തികൾക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടതില്ല എന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടെങ്കിലും നടൻ ദിലീപിനെതിരായ പ്രതിഷേധം തീരുന്നില്ല. ബസിൽ ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധമുയർന്നതിന് പിന്നാലെ ക്ഷേത്ര പരിപാടിക്ക് ദിലീപ് വരുന്നതിലും വിവാദം. എറണാകുളം ശിവക്ഷേത്ര സമിതിയുടെ കൂപ്പൺ ഉദ്ഘാടനത്തിന് ദിലീപിനെ ക്ഷണിച്ചിരുന്നു. നാട്ടിലുണ്ടെങ്കിൽ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന്റെ പ്രചാരണം തുടങ്ങിയതോടെയാണ് പ്രതിഷേധം ഉയർന്നത്. ക്ഷേത്രത്തിലെ ചടങ്ങിന് ക്ഷണിക്കാൻ പറ്റിയ വ്യക്തി ഇനി ഗോവിന്ദ് ചാമി ഇറങ്ങിയാൽ പുള്ളിയെ വിളിക്കണം, ക്ഷേത്രത്തിലേക്കാണോ ഇത്തരക്കാരെ വിളിക്കുന്നത് തുടങ്ങിയ രീതിയിൽ പോകുന്നു സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ. ഇതോടെയാണ് ക്ഷേത്ര ഭാരവാഹികൾ പുതിയ തീരുമാനമെടുത്തത്. ഭക്തർക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിലേക്ക് എത്തിക്കരുത് എന്ന് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു. വിവാദം ശക്തമായ സാഹചര്യത്തിൽ ദിലീപ് വരേണ്ട എന്ന് പറയാമെന്ന് ഭാരവാഹികൾ തീരുമാനിച്ചു. അതിനിടെയാണ് ദിലീപ് ഇങ്ങോട്ട് വിളിച്ച് താൻ വരുന്നില്ല എന്നും ഇപ്പോഴുള്ള വിവാദങ്ങൾ അറിയാലോ എന്നും പറഞ്ഞതത്രേ. ദിലീപ് ഇടയ്ക്ക് വരാറുള്ള ക്ഷേത്രമാണിത്. നിലവിൽ കേസിൽ കുറ്റവിമുക്തനാക്കുകയും ചെയ്തല്ലോ. ഈ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ കഴിഞ്ഞുവെന്ന് തോന്നിയാണ് ക്ഷണിച്ചതെന്ന് ക്ഷേത്ര ഭാരവാഹി മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധം ഉയർന്നു. നേരിട്ട് ആരും വിളിച്ചു പറഞ്ഞില്ല. സോഷ്യൽ മീഡിയയിലെ പ്രതിഷേധം കണ്ടാണ് ദിലീപിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. അതിനിടെ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഭാരവാഹി പ്രതികരിച്ചു. ദിലീപിനെ ക്ഷണിച്ചത് ഈ പരിപാടിക്ക് ക്ഷേത്രോത്സവത്തിന്റെ കൂപ്പൺ ഉദ്ഘാടനത്തിനാണ് ദിലീപിനെ ക്ഷണിച്ചിരുന്നത്. ഭീമ ജ്വല്ലറിയുടെ ബിന്ദു മാധവൻ ദിലീപിൽ നിന്ന് ചെക്ക് സ്വീകരിച്ച് കൂപ്പൺ കൈമാറുക എന്നതായിരുന്നു പരിപാടി. ഇനി ക്ഷേത്രത്തിലെ തന്ത്രി തന്നെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം KSRTC ബസിൽ ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ വിവാദമുണ്ടായ വീഡിയോ വൈറലായതിന് പിന്നാലെയാണ് പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. കേശവദാസപുരത്ത് നിന്ന് അടൂരിലേക്ക് കയറിയ വീട്ടമ്മ ബസിൽ ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിക്കുന്നതിനെതിരെ രംഗത്ത് വരികയായിരുന്നു. ബസ്സിലുണ്ടായ പലരും ഈ സിനിമ വേണ്ടെന്ന് പറഞ്ഞു. ചിലർ ദിലീപിനെ കോടതി വെറുതെ വിട്ടില്ലേ എന്ന ചോദ്യവുമായി രംഗത്തെത്തി. ഈ വഷളന്റെ സിനിമ കാണാൻ താല്പര്യമില്ല എന്ന് സ്ത്രീകളിൽ ചിലർ വിളിച്ചു പറഞ്ഞു. ഒടുവിൽ കണ്ടക്ടർ TV ഓഫ് ചെയ്തു. ഈ മാസം 8-നാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നത്. ആദ്യത്തെ 6 പ്രതികൾ 20 വർഷം തടവ് ശിക്ഷ വിധിച്ച കോടതി ദിലീപ് ഉൾപ്പെടെ 4 പ്രതികളെ വെറുതെ വിടുകയായിരുന്നു. തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കോടതിയിൽ വിശ്വാസം നേരത്തെ നഷ്ടപ്പെട്ടിരുന്നു എന്ന ആക്രമണത്തിന് ഇരയായ നടി പ്രതികരിച്ചു. ഗൂഢാലോചന നടത്തിയവർ പുറത്തുള്ളത് ഭയപ്പെടുത്തുന്നു എന്ന് മഞ്ജു വാര്യരും പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8ാം പ്രതിയായ ദിലീപിനെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. ഈ വിധിക്കെതിരെ ആക്രമിക്കപ്പെട്ട നടിയും മുൻ ഭാര്യ മഞ്ജു വാര്യരും ഇന്നലെ രംഗത്തെത്തിയിരുന്നു. വിധിയിൽ അത്ഭുതമില്ലെന്ന് അതിജീവിതയും നീതി ലഭിച്ചില്ല എന്ന് മഞ്ജു വാര്യരും പ്രതികരിച്ചിരുന്നു. ഇരുവരുടെയും പരസ്യ പ്രതികരണത്തിന് പൊതുസമൂഹത്തിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അതേസമയം ദിലീപ് നായകനായി എത്തുന്ന ഭഭവ ഡിസംബർ 18-ന് റിലീസ് ചെയ്യും. വലിയ ബജറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലാണ് എത്തുന്നത്. നടി ആക്രമിച്ച കേസിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആവർത്തിച്ച് നടി മഞ്ജു വാര്യർ രംഗത്തെത്തിയിരുന്നതും ചർച്ചയായിരുന്നു. നീതി നടപ്പായില്ല എന്നും കുറ്റം ചെയ്തവർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് എന്നും മഞ്ജു സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നു. ആസൂത്രണം ചെയ്തവർ പുറത്തുണ്ടെന്ന് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണെന്നും അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ എന്നും മഞ്ജു വാര്യർ കുറിപ്പിൽ പറഞ്ഞു. നടി ആക്രമിച്ച കേസിൽ കോടതി വിധിക്കെതിരെ അതിജീവിതയും ശക്തമായി ആഞ്ഞടിച്ചിരുന്നു. വിധിയിൽ അത്ഭുതമില്ല എന്നും കോടതിയിൽ ഉണ്ടായിരുന്ന വിശ്വാസം നേരത്തെ തന്നെ നഷ്ടപ്പെട്ടിരുന്നുവെന്നും സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അതിജീവിത വ്യക്തമാക്കിയിരുന്നു.
ഈ രാജ്യത്തെ നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെ അല്ലേ എന്ന് വേദനയോടെ തിരിച്ചറിയുന്നു എന്നും തന്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നും അതിജീവിതയുടെ കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് മഞ്ജു വാര്യരുടെ പ്രതികരണവും ഉണ്ടായിരിക്കുന്നത്. മഞ്ജുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: ബഹുമാനപ്പെട്ട കോടതിയുടെ ആദരവുണ്ട്, പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പാക്കി എന്ന് പറയാൻ പറ്റില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ. പോലീസിലും നിയമ സംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാകാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ. ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും, ഓരോ സ്ത്രീക്കും, ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ്. അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തല ഉയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായേ തീരൂ. മഞ്ജു വാര്യർ വിഷയത്തിൽ അണുവിട പിന്നോട്ടില്ല എന്ന് വ്യക്തമാണ്. മഞ്ജു വാര്യരുടെ അടുത്ത സുഹൃത്താണ് രമേഷ് പിഷാരടി. 8ാം പ്രതിയായ ദിലീപ് കുറ്റവിമുക്തനായ കോടതി വിധിയെ അനുകൂലിച്ചാണ് രമേഷ് പിഷാരടി സംസാരിച്ചത്. ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുവെന്നും വാദിച്ചു. ദിലീപ് കുറ്റവിമുക്തനായ ശേഷം മലയാളി സിനിമാ ലോകത്ത് ദിലീപ് അനുകൂല തരംഗം വരുന്നുണ്ട്. സംഘടനകളും പ്രബല താരങ്ങളും ദിലീപിന് വേണ്ടി സംസാരിച്ചേക്കും. യുക്തിക്ക് നിരക്കാത്ത പല കഥകളും ദിലീപ് അനുകൂലികൾ ഇതിനിടെ പ്രചരിപ്പിച്ചു. മഞ്ജു വാര്യർ, രമ്യ നമ്പീശൻ തുടങ്ങിയവർ കെട്ടിച്ചമച്ച കേസാണ് ഇതെന്നായിരുന്നു ഈ കഥകളിലൊന്ന്. എന്നാൽ ഇതൊന്നും മഞ്ജുവിനെ ബാധിക്കുന്നില്ല എന്ന് ഇപ്പോഴത്തെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തം തന്നെയാണ്. മലയാള സിനിമാ രംഗം വരും നാളുകളിൽ 2 ചേരിയിലാകാനും സാധ്യതയുണ്ട്. മട്ടാഞ്ചേരി മാഫിയ എന്ന പേരിൽ സിനിമാ ലോകത്തെ ഒരു ഗ്രൂപ്പിനെ തള്ളിപ്പറയുന്നവരാണ് ദിലീപ് പക്ഷക്കാരിൽ കൂടുതലും. മട്ടാഞ്ചേരി ടീം എന്ന പേരിൽ അറിയപ്പെടുന്നവർ ദിലീപിനെ തള്ളിപ്പറയുന്നവരും. ഇതിനിടെ പൃഥ്വിരാജും മഞ്ജു വാര്യർ തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ നിലപാടും നിർണായകമാകും. മമ്മൂട്ടിയും മോഹൻലാലും മൗനം പാലിക്കുമെന്ന് ജനത്തിനുറപ്പാണ്. കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷം ദിലീപ് പ്രതികരിച്ചപ്പോൾ എടുത്തു പറഞ്ഞ പേര് മഞ്ജു വാര്യരുടേതാണ്. മഞ്ജുവിന്റെ വാക്കുകളാണ് തന്റെ നേരെ അന്വേഷണം നീങ്ങാൻ കാരണമായതെന്നാണ് ദിലീപ് പറഞ്ഞത്. വരും ദിവസങ്ങളിൽ ദിലീപിന്റെ കൂടുതൽ പ്രതികരണങ്ങളും വന്നേക്കും. ദിലീപിന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ തുടങ്ങാൻ പോകുകയാണ്. ദിലീപ് മഞ്ജുവിന്റെ പേരെടുത്ത് പ്രതികരിച്ചെങ്കിലും കോടതിയിൽ അല്ലാതെ ഒരിടത്തും മഞ്ജു ദിലീപിന്റെ പേരെടുത്ത് പറഞ്ഞ് വിവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ല. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.